ഹലോ ഫ്രണ്ട്സ്, ഇനി കറുത്തപ്പഴം ആരും കളയില്ല. കാരണം അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലൊരു കറുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി വലിയ മിക്സിയിലേക്ക് 2 വലിയ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് 1 ഗ്രാമ്പും 2 ഏലക്കയും 1 നുള്ളു ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചെടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് ആവശ്യത്തിന് അപ്പകാരം ഇട്ടുകൊടുത്ത് ഇങ്ങനെ ഒന്ന് തരിച്ചെടുക്കാം. ഞാനൊരു പ്രാവശ്യം അങ്ങനെ തരിച്ചെടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യമൊക്കെ തരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഓയിലൊന്ന് പുരട്ടി അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റും ആക്കിയതിന് ശേഷം നമുക്ക് ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വലിയൊരു ചെമ്പട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ മാവ് അതിലേക്ക് വെച്ചെടുത്ത് കുറഞ്ഞ തീ തന്നെ ഒരു 1/2 മണിക്കൂറൊന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്പോഞ്ച് കേക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.